ചങ്ങാതിമാരെ, ഷമീം കൽപ്പേനിയാണ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ എവിടെയുള്ളതെന്നറിയോ? അഗത്തി ദ്വീപിലെ എയർപോർട്ടിലാണുള്ളത്. മലപ്പുറം എടപ്പാളിലുള്ളൊരു ദ്വീപിലെത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ വന്നിട്ട് തിരിച്ച് കപ്പലിലാണ് അവർ പോകുന്നത്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ടാക്സിയൊക്കെ റെഡിയാണ്. നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും ടാക്സിയിലേക്ക് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ നമുക്ക് തയ്യാറാക്കപ്പെട്ട റൂമിലേക്കാണ് പോകുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ സാധിക്കട്ടെ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്ത് സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇവിടെ പോലീസ് ചെക്കിങ് നടക്കുന്നുണ്ട്. വല്ല കുപ്പികളും കൊണ്ടുവരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചെക്കിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ കയറി ഞങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട റൂമിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ടാക്സിയിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എടുത്തു തരിക എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയാൽ മതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട, 18 വയസ്സ് മുതൽ മതി. അങ്ങനെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് അഗത്തി ദ്വീപിലെ ഈസ്റ്റേൺ ജെട്ടിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതാണ് ഈസ്റ്റേൺ ജെട്ടി. ഇവിടെയാണ് കപ്പലുകളൊക്കെ വന്നാൽ കിട്ടുന്നത്. അവിടെ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. ഒരുപാട് മീനുകൾ പിടിച്ചുകൊണ്ടുവരുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകൾ മീൻ പിടിച്ചും എടുത്തും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരാൻ ശ്രമിക്കണം. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയാൽ മതി. പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോയാൽ മതി. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇൻഷാല്ലാ PCC കിട്ടും. PCC കിട്ടിക്കഴിഞ്ഞാൽ PCC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും. വീണ്ടും ഒരു 15 ദിവസം നമ്മൾ കാത്തു നിൽക്കണം. ഇവിടെ ഒരു വലിയൊരു മീനെ വലിച്ചു കയറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 ദിവസം വേണ്ടി വരും നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടാൻ. ചുരുക്കി പറഞ്ഞാൽ PCC കിട്ടാൻ 15 ദിവസം, ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടാൻ 15 ദിവസം. ഒരു മാസം പിന്നെ നമുക്ക് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കേണ്ടി വരും. ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് അഗത്തി ദ്വീപിലെ മ്യൂസിയത്തിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഗസ്റ്റുകൾക്ക് ഞാൻ ഓരോ കാര്യത്തെ കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാൻ സാധിക്കട്ടെ. അതിന് എത്രയും പെട്ടെന്ന് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യൂ. അതുപോലെ നിങ്ങളുടെ ചങ്ങാതിമാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവരോടും ഫോളോ ചെയ്യാൻ പറയൂ. മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ വന്നത് വെസ്റ്റേൺ ജെട്ടിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ബീച്ചിൽ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ വരാൻ സാധിക്കട്ടെ. അഗത്തി ദ്വീപിലെ അതിമനോഹരമായ 2-3 ബീച്ചുകളുണ്ട്. അഗത്തി ദ്വീപിലെ അതിമനോഹരമായ ബീച്ചാണ് അന്താം ബീച്ച്. അന്താം ബീച്ചിൽ നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ആളുകൾ ഫുള്ളായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. പിന്നെ അതുപോലെ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്തോളൂ. ചങ്ങാതിമാർക്കൊക്കെ അയച്ചു കൊടുക്കൂ. അവരോടും ഫോളോ ചെയ്യാൻ പറയൂ. ഓക്കെ. നമ്മുടെ പാക്കേജ് വരുന്നത് 3 രാത്രിയാണ്. നിങ്ങൾ ലക്ഷദ്വീപിൽ 3 ദിവസം താമസിക്കുന്ന രാത്രിയാണ് നമ്മുടെ പാക്കേജായിട്ട് കണക്ക് കൂട്ടുന്നത്. ഇനി 2 ഭാഗത്തേക്കും കപ്പൽ യാത്ര നടത്തുന്നവരാണെങ്കിൽ ഈ കപ്പലുകളിലുള്ള രാത്രികൾ നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടാറില്ല. ഓക്കെ. നമ്മൾ ഗസ്റ്റുകളോട് പറയുമ്പോൾ 3 രാത്രി എന്നേ പറയാറുള്ളൂ. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് കപ്പലിൽ പോകുന്ന രാത്രി, ലക്ഷദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് കപ്പലിൽ തിരിച്ചു വരുന്ന രാത്രി, ഇതൊന്നും നമ്മുടെ പാക്കേജിൽ നമ്മൾ പറയാറില്ല. നമ്മൾ എല്ലാവരോടും പറയുന്നത് 3 രാത്രി. നമ്മുടെ പാക്കേജ് 3 രാത്രി എന്നാണ്. ആ 3 രാത്രി നമ്മൾ ലക്ഷദ്വീപിൽ താമസിക്കും. 2 ഭാഗത്തേക്കും കപ്പലിൽ വരുന്നവർക്ക് അങ്ങനെ ലക്ഷദ്വീപിലേക്ക് വരാം. 2 ഭാഗത്തേക്കും ഫ്ലൈറ്റിൽ വരുന്നവർക്ക് അങ്ങനെ ലക്ഷദ്വീപിലേക്ക് വരാം. ഇനി ഒരു ഭാഗത്തേക്ക് ഫ്ലൈറ്റും ഒരു ഭാഗത്തേക്ക് കപ്പലും എടുത്ത് അങ്ങനെ വരുന്നവർക്ക് അങ്ങനെയും വരാം. അന്താം ബീച്ചിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഓപ്പോസിറ്റുള്ള മോലോക്ക ബീച്ചിലേക്കാണ് പോകുന്നത്. ഇവിടെ നല്ല നമ്മളെ മുത്തുകുഞ്ഞിൻ്റെ കടയാണ്. മുത്തുകുഞ്ഞിനെ കണ്ടോളൂ. അതാണ് മുത്തുകുഞ്ഞി കടൻ്റെ ആൾ മാത്രമല്ല, സ്നോർക്കലിംഗ് ഗൈഡാണ്. അടിപൊളിയായിട്ട് നമുക്ക് സ്നോർക്കലിംഗ് മുത്തുകുഞ്ഞി ചെയ്തു തരും. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും മോലാക്ക ബീച്ചിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരിക്കൽ ലക്ഷദ്വീപിൽ വന്ന് ഇതുപോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ സാധിക്കട്ടെ. അതിന് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ. ചങ്ങാതിമാർക്കൊക്കെ അയച്ചു കൊടുത്ത് അവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ. നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് അക്ഷയയിൽ പോയിട്ട് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എടുത്ത് തരിക എന്നുള്ളതാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഗൾഫുകാരോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷ കൊടുത്ത് തുണ എന്ന് പറഞ്ഞ സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മതി. 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. നിങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ PCCയും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും. ഇൻഷാ അള്ളാ നിങ്ങൾ നാട്ടിലേക്ക് വന്ന ഉടനെ ടിക്കറ്റും എടുത്ത് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ലക്ഷദ്വീപിൽ പോയി എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, ഫോളോ